വൈക്കം താലൂക്ക് അർബൻ ബാങ്ക് 100ന്റെ നിറവിൽ. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശ്രീ എസ് മനു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സഹകരണ സംഘത്തിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ പോയത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കിട്ടുന്ന മത്സരത്തിനൊക്കെ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഉണ്ടോന്ന് അറിയില്ല. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചില മത്സരങ്ങൾ നടക്കും. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ മത്സരങ്ങൾക്കൊക്കെ പോകും. അപ്പൊ ഈ വാശിയുണ്ട്, ക്വിസിൽ ജയിക്കണം, പ്രസംഗത്ത് ജയിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോ ഈ ക്വിസിലൊക്കെ ചോദിക്കുന്നത് കുറെയൊക്കെ സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചോദിച്ചോളൂ. അപ്പൊ മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് തയ്യാറായിട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് സഹകരണ സംഘത്തിൽ അംഗമാകാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ സഹകരണ മേഖലയെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു സഹകരണ സംഘം ഇന്ന് ഞങ്ങളുടെ നാട്ടില് ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഓർക്കുകയാണ്, ബാങ്ക് എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കാണ്. അപ്പൊ അക്കാലത്ത് അവിടെ സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് ആ കാലത്ത് തന്നെ. പിന്നീട് ഇപ്പൊ പല നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ബ്രാഞ്ചുകളുണ്ട്. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സഹകരണ ബാങ്ക് എന്ന് പൂർണ്ണമായിട്ട് പറയേണ്ട കാര്യമില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക്, മറ്റേത് SBI ആണ്, ഫെഡറൽ. ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റായിരുന്ന ശ്രീ തെക്കേടത്ത് KV നാരായണപിള്ളയുടെ സ്മാരകമായി നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ കണ്ണൻ ഗോപിനാഥ് IAS നിർവഹിച്ചു. രാജഭരണകാലത്ത് ഒരു ജോലി ഉണ്ടായിരുന്നില്ല, ആ ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ ആ ഒരു പ്രൊഫഷൻ ഉണ്ട്, നമുക്ക് ചുറ്റുവട്ടം കാണാൻ പറ്റും. ഏതായിരിക്കും ആ ഒരു ജോലി, ആ ഒരു പ്രൊഫഷൻ? പറയണം, എന്തായിരിക്കും ഒരു പ്രൊഫഷൻ? ആർമി ഉണ്ടായിരുന്നു അല്ലേ? അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ബ്യൂറോക്രസി ഉണ്ടായിരുന്നു, ഇപ്പൊ സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു, ടീച്ചർമാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു. രാഷ്ട്രീയം ഒരു ജോലിയായിട്ട് കാണാൻ പറ്റുമോ? ജോലിയായിട്ട് കാണാം, ഒരു സർവീസ്, ഒരു സേവനം എന്നുള്ള രീതിയിൽ കാണുന്നല്ലേ നല്ലത്. പറയൂ, ഏതെങ്കിലും ഒരു ജോലി ആ സമയത്ത് ഉണ്ടാകാതിരുന്ന ഒരു ജോലി. സംസാരം ബുദ്ധിമുട്ടാണ്. ഞാൻ ഏതായാലും മീഡിയ ഉണ്ടായിരുന്നു ആ സമയത്ത്, ജേർണലിസം ഉണ്ടായിരുന്നു രാജഭരണകാലത്ത്. ഈ രാജാവിന്റെ സമയത്തെ അതിപ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇന്ന് നമുക്ക് ചുറ്റുവട്ടത്ത് കാണാൻ പറ്റുന്നതെല്ലാം മീഡിയ അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബാങ്ക് അങ്കണത്തിൽ നടന്ന ശതാബ്ദി സമ്മേളനത്തിൽ ചെയർമാൻ ശ്രീ VS കുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീമതി മേരി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ ശ്രീ B അനിൽകുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ അബ്ദുൽ സലാം റാവുത്തർ, TC വിനോദ്, ജയമ പോൾ, റെജിമോൾ പ്രദീപ്, പ്രിയ CS, V സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്പാർക്കിൽ ശ്രീ നാരായണപിള്ള സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംഘം ഇവിടെ ആരംഭിച്ചു. അതിനുശേഷം നാളുകൾക്ക് ശേഷം കേരളത്തിലെ ബഹുമാന്യനായ ആരോഗ്യ വകുപ്പ് മന്ത്രി, വൈക്കത്തിന്റെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു ശ്രീ VK വേലപ്പൻ ഇതിന് നേതൃത്വം. തുടർന്ന് വൈക്കം ബാറിലെ ഏറെ ശ്രദ്ധേയനായ ക്രിമിനൽ അഭിഭാഷകൻ ആയിരുന്നു വൈക്കം KN നായർ ഇതിന്റെ പ്രസിഡന്റായി. അതിനുശേഷമാണ് സിവിൽ രംഗത്തേറെ വൈക്കത്തെ സിദ്ധനായ നാരായണപ്പണിക്ക് സാർ ഇതിന്റെ പ്രസിഡന്റായി. ഈ ബാങ്കിൽ നിന്ന് വിരമിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബോർഡിലൊക്കെ മത്സരിക്കുകയും വൈക്കത്തപ്പൻ്റെ അനുഗ്രഹത്താൽ ബാങ്കിൻ്റെ ചെയർമാനാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു സമയം തന്നെ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷം നടത്താൻ എനിക്ക് കൂടി അതിനകത്ത് പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ ഈ ബാങ്കിൻ്റെ അഭ്യുദയകാംക്ഷികളായ നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടുകൂടി ഞാൻ വളരെയധികം സ്വാഗതം. വിഷൻ ന്യൂസ്, വൈക്കം.